ഇനി സുന്ദരന്റെ ജനന വൃത്താന്തത്തെ പറയാം. ദക്ഷിണ ദിക്കിൽ കമലാലയം എന്നൊരു പേരായി ഒരദ്ഭുത ദേശമുണ്ട്. അവിടെയാണ് മുചകുന്ദ രാജർഷി വിഷ്ണുവിനാൽ ലഭിക്കപ്പെട്ടതായ സോമസ്കന്ധമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ മൂർത്തി ത്യാഗേശ്വരൻ എന്നുള്ള പ്രസിദ്ധനാമത്തോടെ ഭക്തന്മാർക്ക് സർവാഭീഷ്ടങ്ങളെയും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ ജനനം ലഭിക്കുന്നത് അതിദുർലഭമാണ്. ആ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരഗ്രഹാരത്തിൽ ശിവഭക്തനായി ശിവവ്രതൻ എന്നു പേരായി ഒരു ബ്രാഹ്മണനുണ്ട്. അദ്ദേഹം വേദാഗമങ്ങളെ അറിയുന്നവനും വിധിപ്രകാരം യാഗകർമ്മങ്ങളെല്ലാം ചെയ്യുന്നവനുമാണ്. വിശേഷിച്ച് ശിവഭക്തന്മാരിൽ അതിപ്രിയനാണ്. അതുകൊണ്ട് ത്യാഗേശ്വരന്റെ പ്രിയനുമാണ്. അദ്ദേഹത്തിന് സർവഥാ ഹിതാനുസാരിണിയായി സുമതി എന്നു പേരായ ഒരു ഭാര്യയുണ്ടായി. അവരുടെ അനുപമമായ ഗൃഹധർമ്മം സജ്ജനങ്ങളാൽ കൊണ്ടാടത്തക്കതായിരുന്നു. അവർക്ക് പുത്രനുണ്ടാവാത്തതിനാൽ കമലാലയനാഥനെ അർച്ചനം, വന്ദനം, സ്തുതി ഇവകളാൽ ഭജിച്ചു. ത്യാഗനാഥന്റെ അനുഗ്രഹത്താൽ സുമതിക്ക് ഗർഭമുണ്ടായി. അവൾക്ക് വേണ്ടുന്ന സംസ്കാരങ്ങളെല്ലാം ചെയ്തു. അതുകളാൽ അവൾ കടഞ്ഞ രത്നത്തെപ്പോലെ ശോഭിച്ചു. ആ സുമതി 10-ാം മാസത്തിൽ ശുഭഗ്രഹ സംയുക്തമായ ലഗ്നത്തിൽ പശ്ചിമദിക്കിന് ബാലചന്ദ്രനെ എന്ന പോലെ ലക്ഷണയുക്തനായ ഒരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ ശിവവ്രതൻ സന്തുഷ്ടനായിട്ട് ജാതകർമാദികളെല്ലാം ചെയ്തു. ബ്രാഹ്മണർക്ക് അനവധി ദാനങ്ങളെയും ചെയ്തു. പിന്നെ ശിവവ്രതൻ കമലാലയനാഥന്റെ പ്രീതിക്കായി ആ നാമം തന്നെ പുത്രനെ വിളിച്ചു. എങ്കിലും കുട്ടിയുടെ അസാധാരണമായ സൗന്ദര്യത്തെ കണ്ട് എല്ലാവരും സുന്ദരൻ എന്നുള്ള നാമം സ്ഥിരപ്പെടുത്തി. അനന്തരം ബാലൻ വെളുത്തപക്ഷത്തിൽ ചന്ദ്രൻ എന്ന പോലെ ക്രമത്തിൽ വളർന്നു വന്നു. ഇങ്ങനെയിരിക്കുമ്പോൾ ദേവിയുടെ പരിചാരികമാരിൽ കമലിനി എന്നവൾ ആ ദേശത്തിൽ തന്നെ വേദനിധി എന്നു പേരായ ബ്രാഹ്മണന്റെ പുത്രിയായി ജനിച്ച് അതിസൗകുമാര്യത്തോടെ വളർന്നു. സുന്ദരനു ശൗളകർമ്മം കഴിയുമ്പോഴേക്കും പൂർവവാസനയാൽ ദേവാദികൾ കൂടി ദുർലഭമാകുന്ന ശിവഭക്തി ഉത്ഭവിച്ചു. എഴുത്തുകളെല്ലാം ഒരു പ്രാവശ്യം പറഞ്ഞുകൊടുത്താൽ സുന്ദരൻ ഗ്രഹിക്കും. ബ്രാഹ്മണർ വേദാധ്യയനം ചെയ്യുന്നതെല്ലാം സുന്ദരൻ ഗ്രഹിച്ചു. ഒരിക്കൽ സുന്ദരൻ കുട്ടികളോടൊരുമിച്ച് വീഥിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദേശത്തെ ജയഭദ്രൻ എന്ന രാജാവ് ആ വഴിക്ക് വന്നു. തനിക്ക് പുത്രനില്ലാത്തതുകൊണ്ട് രാജാവിന് സുന്ദരന്റെ മേൽ അതിപ്രീതി തോന്നി. ഉടനെ രാജാവ് സുന്ദരനെ കൂട്ടിക്കൊണ്ട് തന്റെ ഗൃഹത്തിലേക്ക് പോയി. പിന്നെ ബാലന്റെ നിമിത്തം ശിവവ്രതനും രാജാവിന്റെ പ്രിയനായി. ബാലന് ഗായത്രി ഉപദേശവും വേദാധ്യയനവും മറ്റും രാജഭവനത്തിൽ തന്നെ വെച്ചു ചെയ്യിച്ചു. അനന്തരം ഗുരുദക്ഷിണയും രാജാവ് തന്നെ ചെയ്യിച്ചു. സുന്ദരനെ യുവരാജാവാക്കണമെന്ന് ശിവവ്രതനോട് രാജാവ് ആവശ്യപ്പെട്ടു. അത് ബ്രാഹ്മണർക്ക് വിഹിതമല്ലെന്ന് ശിവവ്രതൻ സമ്മതിച്ചില്ല. എന്നാൽ സുന്ദരൻ യുവരാജസ്ഥാനത്തെ ഒഴിച്ച് മറ്റുള്ള സുഖങ്ങളെയെല്ലാം യുവരാജാവിനെ പോലെ അനുഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ വേദനിധി എന്ന ബ്രാഹ്മണൻ തന്റെ പുത്രിയെ സുന്ദരന് കൊടുക്കാനായി ശിവവ്രതന്റെ അനുമതിപ്രകാരം വിവാഹത്തിനു വേണ്ടുന്ന യത്നങ്ങളെല്ലാം ചെയ്തു. വൈശാഖമാസത്തിൽ ഉത്രം നക്ഷത്രത്തിൽ വിവാഹ മുഹൂർത്തം നിശ്ചയിച്ചു. വധൂവരന്മാരുടെ ബന്ധുക്കൾ വളരെ വന്നുകൂടി. ജയഭദ്ര രാജാവും ചതുരംഗ സൈന്യത്തോടുകൂടി വന്നു. സുന്ദരനു വ്രതകർമ്മമെല്ലാം വിധി പോലെ ചെയ്തു. സ്നാനവും ചെയ്തു. സുന്ദരനെ അലങ്കരിപ്പിച്ച് രാജാവ് മുതലായ ബന്ധുക്കളോടും അനേക വാദ്യഘോഷങ്ങളോടും കൂടി വേദനിധിയുടെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ വേദനിധി അവരെ എതിരേറ്റു കൊണ്ടുപോയി യഥാവിധി പൂജിച്ച് അലങ്കരിച്ച് വെച്ചതായ വിവാഹവേദിയിൽ വധൂവരന്മാരെ ഇരുത്തി. ആ സഭ സ്വർണസ്തംഭങ്ങളാലും മറ്റും വിശേഷമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അനേക ബ്രാഹ്മണ വൃദ്ധന്മാരാലും ദീക്ഷിതന്മാരാലും ശിവഭക്തന്മാരാലും ശോഭിക്കപ്പെട്ടതായിരുന്നു. ദിവ്യങ്ങളായ വസ്ത്രാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട സ്ത്രീകളാൽ രാജവർഷം ചെയ്യപ്പെട്ടിരുന്നു. കന്യകാ സ്ത്രീകൾ വിശേഷമായ ഗാനം ചെയ്തുകൊണ്ടിരുന്നു. ചന്ദ്രിക പോലെ പ്രകാശമാനങ്ങളായ ദീപങ്ങളാൽ 4 ദിക്കുകളും ശോഭിച്ചുകൊണ്ടിരുന്നു. അനേക വാദ്യധ്വനികളാൽ ആകാശമെങ്ങും നിറഞ്ഞിരുന്നു. ദിവ്യങ്ങളായ ധൂപങ്ങളുടെ സുഗന്ധത്താൽ ആ സഭ വാസിതമായിരുന്നു. ആ സഭയിലെ സുന്ദരന്റെ പ്രിയനായ ജയഭദ്ര രാജാവ് ദേവേന്ദ്രനെ പോലെ ശോഭിച്ചു. ആ സഭയും സുധർമ്മ തന്നെ ഭൂമിയിൽ വന്നതുപോലെ ശോഭിച്ചു. സുന്ദരനും ഭാര്യയും ആ സഭയിൽ വിവാഹവേഷത്തെ ധരിച്ചുകൊണ്ട് വിഷ്ണുവും ലക്ഷ്മിയും പോലെ ശോഭിച്ചു. വിദ്യ, വയസ്സ്, രൂപം, ധനം, കുലം ഇത്യാദികളാൽ സുന്ദരനു സമനായി ഭൂമിയിൽ ആരും തന്നെയില്ല.
ഈ വധൂവരന്മാർ വളരെ കാലം സുഖമായിരിക്കട്ടെ എന്നിങ്ങനെ ബ്രാഹ്മണർ അവരെ ആശീർവാദം ചെയ്തു എന്ന് സ്കന്ദ ഉപപുരാണത്തിൽ 5-ാം അധ്യായം. സുവർണ പാലികയാലും കുംഭങ്ങളാലും ലാജം പുഷ്പം സമിത്ത് ദർഭ കറുക മുളപ്പാത്രങ്ങൾ കല്ല് ഇവകളാലും സഭ ശോഭിതമായിരുന്നു. അനന്തരം സുന്ദരൻ അങ്കുരാർപ്പണമെന്ന ക്രിയ ചെയ്തു. കാപ്പ് കെട്ടി പുരോഹിതന്മാർ ഗണപതി പൂജിച്ചതിനു ശേഷം മഹാജനങ്ങളുടെ അനുമതിപ്രകാരം വിവാഹകർമ്മങ്ങളെ ചെയ്യുവാൻ ആരംഭിച്ചു. സങ്കല്പം ചെയ്യുമ്പോൾ ആ സഭാന്തരത്തിൽ ഒരു വൃദ്ധ ബ്രാഹ്മണനെ കണ്ടു. ജരാധിക്യനായ ആ ബ്രാഹ്മണൻ ഒരു മുളവടി കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാൽ തെറ്റിക്കൊണ്ടും രോമങ്ങളെല്ലാം വെളുത്തുകൊണ്ടും ദേഹത്തിൽ വാർദ്ധക്യത്താൽ തോൽ തൂങ്ങിക്കൊണ്ടും കുണ്ടലങ്ങളാൽ അലങ്കൃതനായും ഉയർന്നവനായും നരച്ചു പഴുത്ത കേശത്തോടു കൂടിയവനായും ദേഹമെല്ലാം ഭസ്മത്തിൽ ലേപിതനായും രുദ്രാക്ഷമാലകളാൽ അലങ്കരിക്കപ്പെട്ടവനായും ഉടുത്ത വസ്ത്രം കിഴിഞ്ഞവനായും ദന്തങ്ങളെല്ലാം പോയവനായും വളരെ ഞരമ്പുകൾ പ്രകാശിക്കുന്നതിനാൽ കഴുത്ത് നിമ്നോന്നതമായും ശ്രീകണ്ഠൻ എന്ന പേരോടുകൂടിയും കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണരെല്ലാവരും എഴുന്നേറ്റ് ചിലർ അദ്ദേഹത്തെ നമസ്കരിച്ചു, ചിലർ അർഘ്യം കൊടുത്തു, ചിലർ ഭക്തിയോടുകൂടി കൈകൊണ്ട് താങ്ങി. വേദനിധി ബ്രാഹ്മണൻ ഒരു പീഠത്തിൽ അദ്ദേഹത്തെ ഇരുത്തി. അദ്ദേഹത്തെ കണ്ട ബാലന്മാർ കൈകൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി. സുന്ദരൻ ഭസ്മരുദ്രാക്ഷധാരിയായിരിക്കുന്ന അദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹം നന്ദീശ്വരന് തുല്യനായിരിക്കുന്നുവല്ലോ, ശിവഭക്തനായിരിക്കുമോ അതോ ശിവൻ തന്നെയോ, ഏതായാലും പൂജ്യനാണ് നിശ്ചയം എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ പീഠത്തിലിരിക്കുന്ന ബ്രാഹ്മണനോട് ശിവവ്രതൻ ചോദിച്ചു, ഹേ മഹാബ്രാഹ്മണ, ഭവാൻ ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? ഭവാന്റെ പേരെന്താണ്? ഭവാന്റെ ദർശനം കൊണ്ട് ഞങ്ങൾ കൃതാർത്ഥന്മാരായി. ഞങ്ങളുടെ ആതിഥ്യത്തെ സ്വീകരിക്കുക. ഇങ്ങനെ ശിവവ്രതൻ പറഞ്ഞത് കേട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, ഹേ ശിവവ്രത, ഞാൻ ഈ കമലാലയത്തിൽ തന്നെ വസിക്കുന്നവനാണ്. ഞാൻ നിന്നെ അറിയും, നിങ്ങളാരും എന്നെ ഒരിക്കലും അറിയില്ല. ആ പ്രസംഗം അവിടെ ഇരിക്കട്ടെ. ഇവിടെ വലുതായ സഭ കൂടി എന്താണ് ചെയ്യുന്നത്? സ്ത്രീകളും ബാലന്മാരും വളരെ കൂടിയിരിക്കുന്നു, വാദ്യഘോഷങ്ങളും കേൾക്കുന്നു. ഇതെന്താണ്? ഇത് കേട്ട് ശിവവ്രതൻ പറഞ്ഞു, കമലാലയനാഥന്റെ പ്രസാദത്താൽ എനിക്ക് ലഭിച്ച പുത്രനാണ് ഇവൻ. ഇവന്റെ പേരും കമലാലയനാഥൻ എന്നാണ്. ജനങ്ങളെല്ലാം സുന്ദരൻ എന്ന് വിളിക്കുന്നു. ഇവൻ സർവവിദ്യാപാരകനാണ്. ഇവനെ വിവാഹം ചെയ്യുവാൻ ആരംഭിക്കുകയാണ്. ഭവാൻ ആശീർവദിച്ച് വിവാഹത്തെ സഫലമാക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശിവവ്രതനെ നിൽക്ക എന്ന് പറഞ്ഞു നിർത്തിയിട്ട് ബ്രാഹ്മണൻ സഭാവാസികളോട് വാക്കിടറിക്കൊണ്ടിങ്ങനെ പറഞ്ഞു, ഹേ സഭാവാസികളായ മഹാജനങ്ങളെ, ഞാൻ കുറഞ്ഞൊന്ന് പറയുന്നത് കേൾക്കുവിൻ. നിങ്ങളെല്ലാവരും അതിനെ മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്നത് സത്യമോ അസത്യമോ എന്ന് പറവിൻ. ഞാൻ വില കൊടുത്തു വാങ്ങി ദാസനാക്കിയ സുന്ദരനെ ഈ ശിവവ്രതൻ എന്നെ വഞ്ചിച്ച് ബലാത്കാരമായി തന്റെ പുത്രനാക്കി വെച്ച് വൃദ്ധനായ എന്നെ അറിയിക്കാതെ വിവാഹം ചെയ്യിക്കുന്നു. തന്റെ പുത്രനാണെന്ന് സ്ഥിരപ്പെടുത്തുവാനാണ് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ സത്യമാണ് പറഞ്ഞത്. എന്നാൽ എനിക്ക് ഇങ്ങനെ ഒരു ദാസനെ വാങ്ങുവാൻ തക്കതായ സ്വത്തുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ട. എന്റെ സമ്പത്ത് നോക്കിയാൽ കുബേരൻ കൂടി തുല്യനല്ല. പിന്നെ അന്യനെ പറയേണ്ടതുണ്ടോ? അങ്ങനെയുള്ള ഞാൻ ഈ സുന്ദരന് ജഗത്ത് മുഴുവനും സ്വാധീനമാക്കി കൊടുക്കാമല്ലോ. ഞാൻ എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം ചെയ്യുവാൻ എനിക്ക് സാമർഥ്യമുണ്ട്. എനിക്ക് ഓരോ ദിക്കുകളിൽ അനേക ദാസന്മാരുണ്ട്. അവരെല്ലാം എന്നാൽ കൊടുക്കപ്പെട്ട യഥോചിതമായ സമ്പത്തിനെ സുഖമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവനും അവരെ പോലെ ഇരിക്കട്ടെ. എടാ സുന്ദര, നീ എന്നെ വിട്ട് ഇവന്റെ ഗൃഹത്തിൽ വന്നത് എന്തിനാണ്? എഴുന്നേൽക്കുക, നമുക്ക് ഗൃഹത്തിലേക്ക് പോകാം. നിനക്ക് എന്ത് ഇഷ്ടമോ അതെല്ലാം ഞാൻ തരാം. ഇങ്ങനെ ആ വൃദ്ധൻ പറഞ്ഞപ്പോൾ ആ സഭ മുഴുവനും സംഭ്രാന്തമായി ഭവിച്ചു. വധൂവരന്മാരുടെ ബന്ധുക്കൾക്കും വളരെ വിസ്മയമുണ്ടായി. ജനങ്ങളുടെ കോലാഹലം അവസാനിച്ചപ്പോൾ ജയഭദ്ര രാജാവ് വ്യവഹാര സമർത്ഥന്മാരും ലോകപ്രസിദ്ധന്മാരുമായ ബ്രാഹ്മണരോട് വൃദ്ധന്റെ ആക്ഷേപത്തിന് സമാധാനം ബ്രാഹ്മണർ പറഞ്ഞു. ഹേ ബ്രാഹ്മണ, ഭവാൻ വൃദ്ധനാണ്, വ്യവഹാരത്തിൽ സമർത്ഥനെപ്പോലെ പറയുന്നുവല്ലോ. ശാസ്ത്രങ്ങളിൽ ഒരിടത്തും ബ്രാഹ്മണൻ വിക്രയയോഗ്യനാണെന്ന് പറഞ്ഞിട്ടില്ല. ഭവാൻ വൃദ്ധത്വം കൊണ്ടോ വഴി നടന്ന ക്ഷീണം കൊണ്ടോ ഉണ്ടായ ഭ്രാന്തിയാൽ പറയുന്നതാണ്. ഇതുവരെ പറഞ്ഞതെല്ലാം ക്ഷമിച്ചു. ഇനി ഒന്നും മിണ്ടാതെ പൊയ്ക്കൊള്ളുക. പ്രഭുവായ ജയഭദ്ര രാജാവ് ഇതായിരിക്കുന്നു. ഇനിയും ഇങ്ങനെ പറഞ്ഞാൽ ആ രാജാവ് ശിക്ഷിക്കും. അദ്ദേഹം സുന്ദരന്റെ ഗുരുവാണ്. സുന്ദരന് ഉത്തമമായ ക്ഷമയുള്ളതുകൊണ്ടാണ് ഭവാനോട് കോപിക്കാത്തത്.
വൃദ്ധൻ പറഞ്ഞു, കാമമാകട്ടെ കോപമാവട്ടെ എന്റെ ദാസന്മാർക്കുണ്ടാവുന്നതല്ല. ഇതുതന്നെയാണ് എന്റെ ദാസന്മാരുടെ പ്രസിദ്ധമായ മുഖ്യ ലക്ഷണം. ശിവവ്രതൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണരെ, ആ ഭ്രാന്തന്റെ വാക്കിനെ ഞാൻ ക്ഷമിച്ചു. അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് മുഹൂർത്തം കഴിയുന്നതിനു മുൻപ് ആരംഭിച്ച ക്രിയ നടത്തുക. വൃദ്ധൻ പറഞ്ഞു, ഈ രാജ്യത്തിൽ രാജാവില്ലേ? സജ്ജനങ്ങളും ഈ ദിക്കിൽ ഇല്ലെന്നുണ്ടോ? അബദ്ധമായി സംസാരിക്കുന്ന ഇവർ എന്റെ ദാസനെ കൊണ്ടുപോകുന്നുവല്ലോ. ഹേ സുന്ദര, നീ സത്യം പറയൂ. നീ മുമ്പേ എന്നോട് പറഞ്ഞതിനെ ധർമ്മമായി നടത്തുക. നീ എന്റെ ദാസനല്ലേ? ഇവരെല്ലാവരും കേൾക്കെ പറയൂ. സുന്ദരൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണോത്തമ, ഭവാൻ സത്യം പോലെ പറയുന്ന വാക്ക് അസംഗതം തന്നെയാണ്. ഈ കമലാലയവാസികളായ ഞങ്ങളെല്ലാവരും ശംഭുദാസന്മാരാണ്. ശിവദാസന്മാർ അന്യദാസന്മാരാകുമോ? ജഗത്ത് മുഴുവനും ആ ശിവന്റെ ദാസ്യത്തെ തന്നെയാണ് ആചരിക്കുന്നത്. ശിവദാസന്മാരെ തന്റെ ദാസനാണെന്ന് ആർ പറയുന്നുവോ അവർ ശിവദ്രോഹികളാണ്. ഭവാൻ പറഞ്ഞതിനെ ഞാൻ ക്ഷമിക്കാം. പരമശിവൻ ക്ഷമിക്കുകയില്ല. ഭസ്മരുദ്രാക്ഷധരനായ ഭവാനെ ഞാൻ നമസ്കരിക്കുന്നു. എന്നെ അനുഗ്രഹിക്കുക. വൃദ്ധൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് സുന്ദര നീ ഇങ്ങനെ പറയുന്നത്? നിനക്കെന്റെ അടുക്ക എന്താണ് കുറവുള്ളത്? എന്റെ പുത്രന്മാരോട് തുല്യനായിട്ടാണല്ലോ ഞാൻ നിന്നെ നോക്കുന്നത്. സുന്ദരൻ പറഞ്ഞു, ഞാൻ ഭവാനെ അറിയില്ല. ഈ ജന്മത്തിൽ നമ്മൾ തമ്മിൽ സഹവാസമുണ്ടായിട്ടില്ല. മഹാന്മാർ തന്നെ അസത്യം പറഞ്ഞു തുടങ്ങിയാൽ ആരാണ് നിവാരണം ചെയ്യുന്നത്? വൃദ്ധൻ പറഞ്ഞു, ഹേ ജനങ്ങളെ കേൾക്കുവിൻ. ഇവൻ സ്വന്തം കൈയക്ഷരത്തിൽ സാക്ഷി വെച്ച് എഴുതി തന്നതായ ദാസ്യപത്രിക എന്റെ കയ്യിലുണ്ട്. ഇവൻ ഇതിനെ എങ്ങനെ മറയ്ക്കും? ബ്രാഹ്മണർ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഇവൻ എഴുതി തന്നതായ ദാസ്യപത്രത്തെ കാണിക്കുക. നിങ്ങളുടെ വ്യവഹാരത്തിൽ സാക്ഷി ആരാണ്? അതും പറയുക. വൃദ്ധൻ പറഞ്ഞു, പതിവ്രത ശിരോരത്നമായ കമലാലയ നായിക തന്നെയാണ് ഇവനെ ഞാൻ വിലയ്ക്ക് വാങ്ങുമ്പോൾ സാക്ഷിയായി നിശ്ചയിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ സാക്ഷി പ്രമാണമാകുന്നതല്ലെങ്കിൽ അവളുടെ പുത്രന്മാർ രണ്ടുപേരും സാക്ഷികളാണ്. അവിടെ വന്ന് അവരോട് ചോദിക്കുക. അവിടെ ദാസ്യപത്രികയെയും കാണിക്കാം. ഇങ്ങനെ വൃദ്ധവേഷത്തെ ധരിച്ചവനായ ശംഭുവിനാൽ വിളിക്കപ്പെട്ട സുന്ദരൻ ഇദ്ദേഹം ഭ്രാന്തനായിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വൃദ്ധനെ മുമ്പിൽ നടത്തി പിന്നാലെ നടന്നു. സുന്ദരന്റെ മുമ്പിൽ നടക്കുന്നവനായ വൃദ്ധൻ 2 വിളിപ്പാട് വഴി നടന്നതിന്റെ ശേഷം രത്നഗോപുരത്താൽ ശോഭിതമായ കമലാലയ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോയി. സുന്ദരൻ, ഹേ വൃദ്ധ, ഇവിടെ സാക്ഷി ആരാണ്? പറയുക. ദാസ്യപത്രത്തെ കാണിക്കുക എന്ന് നിശങ്കം പറഞ്ഞുകൊണ്ട് അനാദരവോടെ ക്ഷേത്രദ്വാരത്തിൽ വൃദ്ധന്റെ വരവിനെ കാത്തു. മുഹൂർത്ത നേരം നിന്നു. അപ്പോൾ സാക്ഷാൽ പരമേശ്വരൻ വൃഷഭാരൂഢനായിട്ട് ഗൗരീദേവിയോടും സ്കന്ദ വിഘ്നേശ്വരന്മാരോടും ഭൂതഗണങ്ങളോടും കൂടി ദേവകളാലും ഋഷികളാലും സ്തുതിക്കപ്പെട്ടവനായിട്ട് ക്ഷേത്രദ്വാരത്തിലേക്ക് വന്നു. അവിടെ നിൽക്കുന്ന സുന്ദരനെ നോക്കിയിട്ട് അല്പം മന്ദസ്മിതത്തോടെ, ഈ സുന്ദരൻ എന്റെ ദാസനാണെന്ന് ദേവിക്ക് കടാക്ഷത്താൽ കാണിച്ചുകൊണ്ടു പിന്നെ സുന്ദരനോട് പറഞ്ഞു എന്ന് സ്കന്ദ ഉപപുരാണത്തിൽ 6-ാം അധ്യായം. അധ്യായം 7. എടാ സുന്ദര, നീ ആ ജഡന്മാരുടെ മധ്യത്തിൽ വെച്ച് എന്താണ് പറഞ്ഞത്? ഞാൻ അങ്ങയുടെ ദാസനല്ല എന്നല്ലേ പറഞ്ഞത്? എന്നാൽ അതിനെ സ്ഥിരപ്പെടുത്തുക. താമസിക്കേണ്ട. ജഗന്മാതാവായ ഈ ഗൗരി നിന്റെ ദാസ്യത്തിനു സാക്ഷിയാണ്. ഈ സ്കന്ദ വിഘ്നേശ്വരന്മാരും സാക്ഷികളാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വലുതായ ദാസ്യപത്രികയെ വലത്തെ കൈയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവനായും വൃഷഭാരൂഢനായും ഉമാദേവി, ഷൺമുഖൻ, വിഘ്നേശ്വരൻ ഇവരോട് കൂടിയവനായും വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ, ചന്ദ്രൻ, ആദിത്യൻ, യമൻ, അഗ്നി, വരുണൻ, വായു, സിദ്ധർ, ചാരണർ, ഗന്ധർവന്മാർ ഇവരാൽ സ്തുതിക്കപ്പെട്ടവനായും ഗണങ്ങളാൽ ഘോഷിക്കപ്പെടുന്നതായ ഭേരീകാഹള ശബ്ദത്താൽ സ്തുതനായുമിരിക്കുന്ന മഹേശ്വരനെ കണ്ടിട്ട് സുന്ദരൻ വിസ്മയാവിഷ്ടചിത്തനായി ക്ഷണം കണ്ണുകളെ അടച്ചു. പിന്നെ മിഴിച്ചു മഹേശ്വരനെ നമസ്കരിച്ച് സ്തുതിക്കുവാൻ തുടങ്ങി. ആഹൂയസ്വയമാദരേണ ഭഗവാൻ ത്വം സർവലോകാനദോ മിഥ്യാത്മാഭിരതാ വൃഷാഗിരമിമം വേദോ ഹരീന്ദ്രാദിഭിഃ അജ്ഞാതോ മനസാ ച നിത്യവചസാ ദാസം വിധേനേ ജനം തസ്മൈ ഭക്തജനപ്രിയായ മഹതേ ദേവായ തസ്മൈ നമഃ. യസ്യാവലോകനാദസ്യ മായാത്ഭുത് സൃഷ്ടിസാധനം നമസ്തസ്മൈ മഹേശായ ദേവദേവായ തേ നമഃ. മഹദ്വേഷപ്യമുൽപ്പന്നം മായയാ യസ്യ സക്തിതഃ അഹങ്കാരസ്തഥാ ജജ്ഞേ മഹതോ യത്പ്രഭാവതഃ. നമസ്തസ്മൈ മഹേശായ ദേവദേവായ തേ നമഃ. അനാമരൂപ സംസൃഷ്ടഃ കദാചിദപി യഃ ശിവഃ
നമസ്തസ്മൈ മഹേശായ ദേവദേവായ തേ നമഃ. ഭൂതേന്ദ്രിയമനഃസൃഷ്ടിസ്തതോ യത് പ്രേരിതാദഭൂത്. യേന പഞ്ചീകൃതാന്യാസൻ അസംബന്ധവതാമപി അനുപ്രവിശ്യ യസ്ഥാനി വിരാഡ്രൂപാ ബിഭർത്തി ച. നമസ്തസ്മൈ മഹേശായ ദേവദേവായ തേ നമഃ. സിസൃക്ഷയാ ഗിരായുക്ത സൃജ്യം സൃജതി യോ അഖിലം. നമസ്തസ്മൈ മഹേശായ ദേവദേവായ തേ നമഃ. അലങ്കൃതശ്രിയാ തസ്യ രക്ഷാം യസ്തനുതേ ഹരിഃ. നമസ്തസ്മൈ മഹേശായ ദേവദേവായ തേ നമഃ. അനന്യസാധ്യസംഹാരം യസ്തസ്യ ഗുരുദേ ഹരഃ. പ്രാജ്ഞതൈജസ വിശ്വാദി സാക്ഷിഭോജ്യ സ്വയം സ്ഥിതഃ. നമസ്തസ്മൈ മഹേശായ ദേവദേവായ തേ നമഃ. അഹമാകാശരൂപേണ യസ്സർവം വ്യാപ്യ തിഷ്ഠതി. നമസ്തസ്മൈ മഹേശായ ദേവദേവായ തേ നമഃ. ഓതപ്രോതമിദം യത്ര സൂത്രേ മണിഗണാ യഥാ. നമസ്തസ്മൈ മഹേശായ ദേവദേവായ തേ നമഃ. അന്തശ്ചിദാത്മനാ തിഷ്ഠൻ ഇന്ദ്രിയൈർ യോ വിഭാവ്യതേ. നമസ്തസ്മൈ മഹേശായ ദേവദേവായ തേ നമഃ. യത്സത്താ ജഗതസ്സത്താ സർവം സ്ഫുരതി യേന ച. നമസ്തസ്മൈ മഹേശായ ദേവദേവായ തേ നമഃ. യത്ര നാനാ പ്രപഞ്ചോപാം വിവർത്താ ഇവ സാഗരേ ആദാവന്ദേ ച മധ്യേയ ഏകരൂപസ്വയം പ്രഭുഃ. നമസ്തസ്മൈ മഹേശായ ദേവദേവായ തേ നമഃ. ആദിത്യമണ്ഡലേ ഭാതി പുരുഷോ യോ ഹിരണ്മയഃ. അന്തശ്ചക്ഷുഷി ഭൂതാനാം യസ്സർവേഷാം പരഃ പുമാൻ അങ്കുഷ്ടമാത്രം പുരുഷം യമന്തഃ കവയോ വിദുഃ. യന്നാമസ്മരണം ജന്തോഃ കാലകർമാദിനാശനം യദവിജ്ഞായ ബന്ധോയം യദ്വിജ്ഞാനാത് വിമുച്യതേ. ഗുരുമൂർത്തിർമഹർഷീണാം വടമൂലേ വിഭാതിയഃ യോ പിബത് ഘരളം ഘോരം ജഗതാമതിഭീകരം. മാർക്കണ്ഡേയമുദേകാലം യോ വ്യധാത് സ്വപദാഹതം ഭസ്മസാദകരോത്മന്ദസ്മിതേന ത്രിപുരാണി യഃ. മൃഗരൂപസ്യ യോ ദക്ഷ ക്രതോശ്ഛിദേതമസ്തകം അവതാരേഷു യോ വിഷ്ണുഃ മനുജഗ്രാഹപൂജിതഃ. മണിമന്ത്രൗഷധീനാം ച ശക്തിർയസ്യാനുഭാവിതഃ ആബ്രഹ്മസ്തംഭപര്യന്തം യസ്യാജ്ഞാന വിലംഘ്യതേ. ഹേ മഹേശ്വര, സർവലോകവന്ദ്യനായും വിഷ്ണു ബ്രഹ്മാദികളാലും വേദവാക്കുകളാലും മനസ്സിനാലും അറിയപ്പെടാത്തവനുമായ ഭവാൻ, മിഥ്യാരഥനായും അസത്യവാക്കായും ഇരിക്കുന്ന എന്നെ താൻ തന്നെ ആദരവോടുകൂടി വിളിച്ചു ദാസനാക്കി വെച്ചുവല്ലോ. ഭക്തപ്രിയനായ ആ മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു ദേവന്റെ അവലോകനത്താൽ മായ ജഗത് സൃഷ്ടിക്കു സാധനമായി ഭവിച്ചുവോ ആ മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു ദേവന് മായയോടുള്ള സംബന്ധത്താൽ മായാവിരുദ്ധമായ മഹത്തത്വം ജനിച്ചുവോ, യാതൊരു ദേവന്റെ പ്രഭാവം കൊണ്ട് ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ജനിച്ചുവോ ആ മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു ശിവൻ മായാസ്വരൂപങ്ങളായ നാമരൂപങ്ങളാൽ സൃഷ്ടിക്കപ്പെടാത്തവനോ ആ മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു ശിവനാൽ പ്രേരിതമായ അഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും മനസ്സും ഉദ്ഭവിച്ചുവോ, തമ്മിൽ ചേരാത്തതുകളായ പഞ്ചഭൂതങ്ങളെ യാതൊരു ശിവനാൽ പഞ്ചീകരണം ചെയ്യപ്പെട്ടുവോ, യാതൊരു ദേവൻ പഞ്ചീകൃതങ്ങളായ ഭൂതങ്ങളിലെല്ലാം പ്രവേശിച്ച് വിരാട് രൂപത്തെ ധരിക്കുന്നുവോ ആ മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു ദേവൻ ജഗത് സൃഷ്ടി ചെയ്യുവാനുള്ള ഇച്ഛയാൽ സരസ്വതീ ദേവിയോടുകൂടി ബ്രഹ്മസ്വരൂപനായിട്ട് സകല ലോകത്തെയും സൃഷ്ടിക്കുന്നുവോ ആ ദേവദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു ദേവൻ ലക്ഷ്മീ സഹിതനായ വിഷ്ണുരൂപനായിട്ട് ആ ജഗത്തിനെ രക്ഷയെ ചെയ്യുന്നുവോ ആ മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു ദേവൻ രുദ്രരൂപനായിട്ട് അന്യന്മാരാൽ സാധ്യമല്ലാത്തതായ ജഗത് സംഹാരത്തെ ചെയ്യുന്നുവോ ആ ദേവദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു ദേവൻ വ്യഷ്ടികാരണോപാധികനായും വ്യഷ്ടി സൂക്ഷ്മോപാധികനായും വ്യഷ്ടി സ്ഥൂലോപാധികനായും സമഷ്ടി വിരാട് ഹിരണ്യഗർഭൻ അന്തര്യാമി സ്വരൂപനായും വ്യഷ്ടി സമഷ്ടി സാക്ഷിരൂപനായും താൻ തന്നെ ഇരിക്കുന്നുവോ ആ മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു ദേവൻ സർവപ്രകാശകനായും ഞാൻ എന്നുള്ള രൂപം കൊണ്ട് സർവത്തെയും വ്യാപരിച്ചിരിക്കുന്നുവോ ആ ദേവദേവനെ ഞാൻ നമസ്കരിക്കുന്നു. ചരടിൽ കോർത്ത രത്നമണികളെ പോലെ യാതൊരു ദേവങ്കൽ ജഗത്ത് ഊടും പാവും ഇട്ടതുപോലെ ഇരിക്കുന്നുവോ ആ ദേവദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു ദേവൻ ജ്ഞാനസ്വരൂപം കൊണ്ട് ദേഹാന്തർഭാഗത്തിൽ സ്ഥിതനായിട്ട് ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടുന്നുവോ ആ ദേവദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു ദേവന്റെ സത്ത ജഗത്തിന്റെ സത്തയോ, യാതൊരു ദേവനാൽ സർവം പ്രകാശിക്കുന്നുവോ ആ ദേവദേവനെ ഞാൻ നമസ്കരിക്കുന്നു. സമുദ്രത്തിൽ വെള്ളച്ചുഴികൾ പോലെ യാതൊരു ദേവങ്കൽ നാനാപ്രപഞ്ചവും കാണപ്പെടുന്നുവോ ആ മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നു. യാതൊരു ദേവൻ സൃഷ്ടിക്ക് മുമ്പേയും
പ്രളയാനന്തരവും മധ്യകാലത്തിലും താൻ തന്നെ ഏകരൂപനായിരിക്കുന്നുവോ ആ മഹാദേവനെ ഞാൻ നമസ്കരിക്കും. യാതൊരു ദേവൻ ആദിത്യമണ്ഡലത്തിൽ സുവർണമയ പുരുഷനായി പ്രകാശിക്കുന്നുവോ, യാതൊരു ദേവൻ സർവഭൂതങ്ങളുടെയും ചക്ഷുസുകളുടെ അന്തർഭാഗത്തിൽ നേത്രാധിഷ്ഠാന ദേവതയായി പ്രകാശിക്കുന്നുവോ, യാതൊരു ദേവൻ ഇതുകളിൽ നിന്നു ഭിന്നനോ, യാതൊരു ദേവനെ വിദ്വാൻമാർ ദഹരാകാശത്തിങ്കൽ അങ്കുഷ്ടപ്രമാണ പുരുഷനായി അറിയുന്നുവോ, യാതൊരു ദേവന്റെ നാമസ്മരണം കാലകർമാദികളെ നശിപ്പിക്കുന്നുവോ, യാതൊരു ദേവനെ അറിയാത്തതിനാൽ മനുഷ്യർക്ക് ബന്ധം സംഭവിക്കുന്നുവോ, യാതൊരു ദേവനെ അറിയുന്നതിനാൽ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നുവോ, യാതൊരു ദേവൻ മഹർഷികളുടെ ഗുരുമൂർത്തിയായിട്ട് വടവൃക്ഷത്തിൽ വസിക്കുന്നുവോ, യാതൊരു ദേവൻ ലോകഭയങ്കരമായ വിഷത്തെ പാനം ചെയ്തുവോ, യാതൊരു ദേവൻ മാർക്കണ്ഡേയന്റെ രക്ഷയ്ക്കായി അന്തകനെ ഹനിച്ചുവോ, യാതൊരു ദേവൻ ത്രിപുരങ്ങളെ മന്ദസ്മിതം കൊണ്ട് ഭസ്മമാക്കിയോ, യാതൊരു ദേവൻ മൃഗരൂപധരനായ ദക്ഷയജ്ഞമൂർത്തിയുടെ ശിരച്ഛേദം ചെയ്തുവോ, യാതൊരു ദേവൻ അവതാരങ്ങളിൽ വിഷ്ണുവിനാൽ പൂജിതനായിട്ട് അനുഗ്രഹിച്ചുവോ, യാതൊരു ദേവന്റെ പ്രഭാവത്താൽ മണിമന്ത്രൌഷധങ്ങൾക്കെല്ലാം ശക്തി ലഭിച്ചുവോ, ആ ബ്രഹ്മസ്തംഭപര്യന്തം യാതൊരു ദേവന്റെ ആജ്ഞയെ ലംഘിക്കുന്നില്ലയോ, ആ ഗിരിജാപതിയെ ദേവനെ പിന്നെയും പിന്നെയും ഞാൻ നമസ്കരിക്കും. ഹേ ദേവേശ, എന്റെ പിതാവിന്റെയും മാതാവിന്റെയും വംശത്തോടുകൂടി ഞാൻ ഭവാന്റെ ദാസനാണ്. ഈ രണ്ടു വംശങ്ങളിലും ഭവദ്ദാസനല്ലാതെ ഒരു ജീവിയും ജനിക്കരുതേ. ഞാൻ ചെയ്ത സർവാപരാധത്തെയും ക്ഷമിക്കണേ. ഹേ കരുണാനിധേ, പ്രസാദിക്കുക. ഹേ പാർവതീപതേ, ദയാദൃഷ്ടി കൊണ്ട് എന്നെ ഒന്ന് നോക്കുക. ഇങ്ങനെ പറഞ്ഞ് പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് കരയുന്ന സുന്ദരനെ മഹേശ്വരൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കരുണയോടുകൂടി പറഞ്ഞു, ഹേ സുന്ദര, നീ കരയേണ്ട. ഞാൻ നിന്റെ മേൽ നല്ലവണ്ണം പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ പ്രസാദിച്ചാൽ പിന്നെ ഒരിക്കലും സങ്കടമുണ്ടാവുന്നതല്ല. നിന്നാൽ സ്തുതിക്കപ്പെട്ടതായ സ്തുതിവാക്യത്താൽ എന്നെ ആർ സ്തുതിക്കുന്നുവോ അവർക്ക് അല്പമെങ്കിലും ദുരിതം ഉണ്ടാവുന്നതല്ല. മഹേശ്വരൻ തന്നിൽ പ്രസന്നനായി എന്നറിഞ്ഞിട്ട് സുന്ദരൻ എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഹേ മഹേശ്വര, യോഗികൾക്കുകൂടി ദുർലഭമായിരിക്കുന്ന ഭവാന്റെ ദാസ്യഭാഗ്യം എനിക്ക് ലഭിച്ചുവല്ലോ. ഭവദ്ദാസനായ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആജ്ഞാപിക്കുക. മഹേശ്വരൻ പറഞ്ഞു, ഹേ സുന്ദര, നീ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി എപ്പോഴും എന്നെ സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് പ്രീതിയും നിനക്ക് ഉചിതവും അതാണ്. സുന്ദരൻ പറഞ്ഞു, ഹേ ദേവദേവ, 4 വേദങ്ങളും ഭവാനെ അറിയുന്നില്ല, ദേവാദികളും ഭവാനെ അറിയുന്നില്ല, മനസ്സും ഭവാനെ അറിയാതെ മടങ്ങുന്നു. ഹേ മഹേശ്വര, അങ്ങനെയുള്ള ഭവാനെ ഈ ബാലനായ ഞാൻ ലൗകിക വാക്കുകളാൽ എങ്ങനെ സ്തുതിക്കട്ടെ? ഭഗവാന്റെ സ്തുതി എങ്ങനെയുള്ളതാണ്? അതിന്റെ ആദി എന്താണ്, മദ്യം എന്താണ്, അവസാനം എന്താണ്, അതിന്റെ സ്വരൂപം എന്താണ്? ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പരിപൂർണനായും അരൂപനായും ഇരിക്കുന്ന ഭവാന്റെ നാമരൂപ നിരൂപണം വാക്കുകൊണ്ട് ചെയ്യുന്നത് തന്നെ അപരാധമാണ്. അതിന് ഒരു പ്രായശ്ചിത്തവുമില്ല. ജലബിന്ദുവിനാൽ സമുദ്രത്തിന്റെ മാഹാത്മ്യത്തെ വർണ്ണിപ്പാൻ കഴിയുന്നതിങ്ങനെ? അതുകൊണ്ട് എല്ലാവിധത്തിലും അപരാധം ചെയ്തവനായ എന്നെ കരുണാനിധിയായ ഭവാൻ രക്ഷിക്കുക. ശിവൻ പറഞ്ഞു, ഹേ സുന്ദര, പഞ്ചപാതകനാശിനിയായ ഈ പഞ്ചാക്ഷര മന്ത്രത്തെ ഗ്രഹിക്കുക. നീ എന്റെ ഭക്തനായതുകൊണ്ടാണ് ഞാൻ ഇത് തരുന്നത്. ഞാൻ ഭ്രാന്തനാണെന്ന് നീ സഭയിൽ വെച്ച് പറഞ്ഞില്ലേ? ആ വാക്കിനെ തന്നെ ആദ്യത്തെ പദമായി എടുത്ത് എന്നെ സ്തുതിക്കുക. നിന്റെ വാക്കിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. നീ ഭൂപ്രദക്ഷിണം ചെയ്തുകൊണ്ട് എവിടെയെല്ലാം എന്റെ ക്ഷേത്രവും ലിംഗസ്വരൂപവും കാണുന്നുവോ അവിടെയെല്ലാം സ്തോത്രപ്രിയനായ എന്നെ സ്തുതിക്കുക. അവിടെയെല്ലാം ഞാൻ പ്രസന്നനായിട്ട് നിനക്ക് ദർശനവും തരാം. ഇങ്ങനെ മഹേശ്വരൻ സുന്ദരന് പഞ്ചാക്ഷര മന്ത്രത്തെ ഉപദേശിച്ചു. ബ്രഹ്മാദികളാൽ കൂടി അറിയപ്പെടാത്തതായ ശൈവവിദ്യയെയും കൊടുത്തു. ശബ്ദബ്രഹ്മസ്വരൂപിണിയായ സരസ്വതി ദേവി ആ സുന്ദരന്റെ നാവിന്മേൽ നർത്തനം ചെയ്തുകൊണ്ടിരുന്നു. ആ സുന്ദരന്റെ വാക്കുകളുടെ ലഹരി അമൃത നദി എന്ന പോലെ പ്രവഹിച്ചു. സുന്ദരൻ മഹാദേവങ്കൽ നിന്ന് വാഗ്വിഭൂതിയെ ലഭിച്ചിട്ട് ആ കമലാലയനാഥനെ തന്നെ സ്തുതിച്ചു. ഭ്രാന്തപ്രപഞ്ച വിജ്ഞാനാൽ വിമലേന്ദുകലാധരം മഹാന്താദേവമീശാനം മഹേശ്വര മഹാഭജേ ഭക്താഭയങ്കരം ഭർഗം ഭക്തിമാത്രേണ സത്കൃതം ഭവാനീ സഹിതം ദേവം ഭാവയാമി സദാശിവം ഹംസകോടി പ്രതീകാശം ഹംസവിജ്ഞാനമസ്തകം ഹംസൈശ്ച പരമം സേവ്യം ഹംസനൃത്യമുപാസ്മഹേ ദുഷ്പൂരകാമശമനം സൽപൂജിതപദാംബുജം കർപ്പൂരാലേപകൽഹാര സ്രഗ്ഭൂഷണമഹം ഭജെ
മുജുകുന്ദ മഹീപാലാം മുഖ്യ ഭക്തിയുരീകൃതം മുക്തിപ്രദം മുമുക്ഷൂണാം മുഗ്ധേന്ദുമകുടം ഭജേ. പുരാ ഭക്തി പരീക്ഷായേ ശ്രീമച്ഛോള മഹീപതേഃ കൃതാന്തം നർത്തകീകൃത്യ ധേനുരൂപസ്വയം ഭവാൻ അദ്വഭ്രമണവേഗേന തൽപുത്ര രഥവത്മനി ചക്രനേമി ഹതേവത്സേ ഖണ്ഡാംഗോത്സൃംഗതാഡിതാം വിജ്ഞായ മന്ത്രിഭിസ്സാർദ്ധം സഭാഭാജി മഹീപതൗ സമന്ത്രിബോധനാൽപുത്രം രഥചക്രബലിം നിജം കുർവത്യുജ്ജീവയൻ വത്സം സൽകുമാരം ചയോ ദൃശ സമുത്ഥാപ്യ നൃപായാത സൗഭാഗ്യം ഭക്തിസംയുതം തം ത്വാം വിധിവിടം ഖ്യാതം ശരണം യാമി ശാശ്വതം. പ്രപഞ്ചവാസനയാൽ ഭ്രാന്തനായ ഞാൻ നിർമ്മലനായ ചന്ദ്രക്കലയെ ധരിച്ച മഹേശ്വരനെ നമസ്കരിക്കുന്നു. ഭക്തന്മാർക്ക് അഭയപ്രദനായും സൂര്യമണ്ഡല മധ്യവർത്തിയായും ഭക്തിമാത്രത്താൽ സന്തോഷിക്കുന്നവനായും ഭവാനി സഹിതനായും ഇരിക്കുന്ന സദാശിവനെ ഞാൻ നമസ്കരിക്കുന്നു. കോടി സൂര്യതുല്യപ്രകാശകനായും സ്വസ്വരൂപജ്ഞാനത്തോടുകൂടിയവനായും പരമഹംസന്മാരാൽ സേവനായും ഹംസത്തിന്റെ നൃത്തം പോലെയുള്ള നൃത്തത്തോടുകൂടിയവനായും ഇരിക്കുന്ന ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. എന്തുകൊണ്ടും തൃപ്തിപ്പെടാത്തതായ കാമത്തെ നശിപ്പിക്കുന്നവനായും സജ്ജനങ്ങളാൽ പൂജിക്കപ്പെട്ട പാതാരവിന്ദങ്ങളോടുകൂടിയവനായും കർപ്പൂരലേപനത്താലും കൽഹാരമല്യത്താലും ഭൂഷിതനായും ഇരിക്കുന്ന ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. മുജുകുന്ദരാജാവിന്റെ മുഖ്യഭക്തിയാൽ സ്വീകരിക്കപ്പെട്ടവനായും മോക്ഷേച്ഛുക്കൾക്ക് മുക്തിപ്രദനായും മനോഹരമായ ചന്ദ്രക്കലയെ ധരിച്ചവനായും ഇരിക്കുന്ന ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. പണ്ട് ചോളരാജാവിന്റെ ഭക്തിയെ പരീക്ഷിപ്പാനായി ഭവാൻ തന്നെ ധേനുസ്വരൂപമായി ഹന്തകനെ പശുക്കുട്ടിയാക്കി തുള്ളിക്കളിപ്പിച്ച് ചോളരാജാവിന്റെ പുത്രൻ തേരിൽ കയറി ഓടിച്ചു വരുമ്പോൾ ആ തേരിന്റെ ചക്രത്തിനടിയിൽ പശുക്കുട്ടി അകപ്പെട്ടു മരിക്കുകയും അതുകൊണ്ട് ധേനു ചോളരാജാവും മന്ത്രികളും സഭയിലിരിക്കുമ്പോൾ കൊമ്പുകൊണ്ട് അവിടെ കെട്ടിയിരുന്ന മണി അടിച്ചു. ഉടനെ രാജാവ് ആ സംഗതികളെല്ലാം അറിഞ്ഞ് ആ ധേനുവിന്റെ സങ്കട നിവൃത്തിക്ക് തന്റെ പുത്രനെ തേരിന്റെ ചക്രത്തിനടിയിലിട്ട് കൊന്നു. ആ സമയത്ത് മരിച്ച പശുക്കുട്ടിയെയും രാജപുത്രനെയും കൃപാദൃഷ്ടിയാൽ ജീവിപ്പിച്ചു. രാജാവിന് പുത്രനെയും ദൃഢഭക്തിയെയും മറ്റനേക സൗഭാഗ്യത്തെയും ദാനം ചെയ്തു. അതിനാൽ വിധിവിടൻ എന്ന് ഭവാന് പ്രസിദ്ധ നാമവും ഉണ്ടായി. ആ മഹേശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു. ഇങ്ങനെ സുന്ദരൻ ത്യാഗേശ്വരനെ സ്തുതിക്കുമ്പോൾ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. ദേവദുന്ദുഭികളും ശബ്ദിച്ചു. അവിടെയുള്ള ബ്രാഹ്മണരെല്ലാം സുന്ദരനെ ശ്ലാഘിച്ചു. മഹേശ്വരൻ സുന്ദരനെ ഇങ്ങനെ ആജ്ഞാപിച്ചു. ഭൂതഗണങ്ങളോടുകൂടി മറയുകയും ചെയ്തു. ഇങ്ങനെ വാഗ്വൈഭവത്തെ ലഭിച്ചതിനാൽ സർവജനപൂജനായിട്ട് സുന്ദരൻ സകല ശംഭുക്ഷേത്രങ്ങളിലും പോയി ശിവനെ സ്തുതിക്കുവാനായി പുറപ്പെട്ടു. ഈ അധ്യായത്തെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവൻ മൂകനായിരുന്നാലും കൂടി ഉത്തമമായ വാഗ്വൈഭവം ലഭിക്കും എന്ന് സ്കന്ദോപപുരാണത്തിൽ 7-ാം അധ്യായം.